ടാലിയിൽ നമുക്ക് രണ്ട് ടൈപ്പ് കമ്പനിയാണ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഒന്ന് അക്കൗണ്ട്സ് ഓൺലി കമ്പനി, മറ്റൊന്ന് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി. അക്കൗണ്ട്സ് ഓൺലി എന്ന് പറയുമ്പോൾ അക്കൗണ്ട്സ് മാത്രമാണ് ചെയ്യുന്നത്. അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററിയിൽ അക്കൗണ്ട്സ് ഉണ്ട്, ഇൻവെന്ററി സ്റ്റോക്ക് കാൽക്കുലേഷൻ ഒക്കെ ടാലി തന്നെ ചെയ്തു തരുന്നു. അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി കമ്പനിയിൽ അക്കൗണ്ട്സ് ഓൺലി ട്രാൻസാക്ഷൻ ആണ് എൻറ്റർ ചെയ്യുന്നതെങ്കിൽ സ്റ്റോക്കിന്റെ വാല്യൂ ഒക്കെ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്താണ് നൽകുക. അപ്പോൾ നമ്മുടെ റിപ്പോർട്ടിൽ ഒരിക്കലും ആ സ്റ്റോക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം നമ്മുടെ കമ്പനി അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ആണ്. അപ്പോൾ പ്രോഡക്റ്റ് വൈസ് റിസൾട്ട് മാത്രമേ അവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്റ്റോക്കിന്റെ വാല്യൂ റിപ്പോർട്ടിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് സ്റ്റോക്കിന്റെ ഡിഫറൻസ് ആയിരിക്കും കാണിക്കുക. നമ്മൾ ചെയ്തതൊക്കെയും ശരിയായിരിക്കും, പക്ഷെ ഡിഫറൻസ് ഉണ്ടാവാം, ടാലി ആവില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കും. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി കമ്പനിയിൽ എങ്ങനെ അക്കൗണ്ട്സ് ഓൺലി ചെയ്യാം? ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൈ നെയിം ഈസ് ജീന. യു ആർ വെൽക്കം ടു രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ്. രാമാനുജ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്കൗണ്ടിംഗ്, യുവർ പെർഫെക്റ്റ് കരിയർ ക്രാഫ്റ്റ്സ്മാൻ. ടാലിയിൽ നാം അക്കൗണ്ട്സ് ഓൺലി കമ്പനി ചെയ്യുമ്പോൾ സാധാരണയായി സ്റ്റോക്ക് വാല്യൂ, ടോട്ടൽ സ്റ്റോക്ക് വാല്യൂ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്താണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് സ്റ്റോക്കിൻ്റെ ടോട്ടൽ വാല്യൂ നൽകുമ്പോൾ നാം കമ്പനി ക്രിയേഷൻ വിൻഡോയിൽ, ടാലിയുടെ പഴയ വേർഷനിലാണെങ്കിൽ കമ്പനി ക്രിയേഷൻ വിൻഡോയിൽ മെയിൻറ്റെയിൻ, ഇവിടെ രണ്ട് ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഒന്ന് അക്കൗണ്ട്സ് ഓൺലി, മറ്റൊന്ന് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി. അപ്പോൾ സ്റ്റോക്ക് ടോട്ടൽ വാല്യൂ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് നൽകുന്നതിനായി ഇവിടെ അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്യണം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളിവിടെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി സെലക്ട് ചെയ്ത് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ ചെയ്യുന്നത് അക്കൗണ്ട്സ് ഓൺലി ട്രാൻസാക്ഷൻ ആണെങ്കിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് നൽകിയാൽ നമുക്ക് റിപ്പോർട്ടിൽ സ്റ്റോക്കിൻ്റെ വാല്യൂ കാണിക്കുകയില്ല. അപ്പം അങ്ങനെ കാണിക്കണമെങ്കിൽ നമ്മൾ കമ്പനി ക്രിയേഷൻ വിൻഡോയിൽ അവിടെ ആൾട്ടറേഷൻ മോഡിൽ അക്കൗണ്ട്സ് ഓൺലി സെലക്ട് ചെയ്യണം. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷനിൽ നമുക്ക് കമ്പനി ക്രിയേഷൻ വിൻഡോയിൽ അക്കൗണ്ട്സ് ഓൺലി അതുപോലെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി എന്ന ടൈപ്പ് ഓഫ് കമ്പനി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം F11 ഫീച്ചേഴ്സിൽ, ഇവിടെ ഈ F11 ഫീച്ചേഴ്സിൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ F1 കീ പ്രസ് ചെയ്താലും മതി. അവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി. ജനറലിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്ന ഈ ഒരു ഓപ്ഷൻ യെസ് ആക്കാം. ഈ ഒരു ഓപ്ഷൻ നോ ആക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി എന്നൊരു ഓപ്ഷൻ എസ് ആയിട്ടാണ് വരുന്നത്. F11 ഫീച്ചേഴ്സ് ഇവിടെ സേവ് ചെയ്യുന്നു. നമ്മൾ മുൻപ് ചെയ്ത കമ്പനിയാണിത്. ഇവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും ഒക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ, ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ ട്രയൽ ബാലൻസോ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഡിസ്പ്ലേയിൽ ട്രയൽ ബാലൻസ് F5 കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ ലെഡ്ജർ വൈസ് ഡിസ്പ്ലേ കിട്ടും. താഴെ നമുക്ക് കാണാവുന്നതാണ് ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസസ് 28,000. ഇവിടെ എവിടെയും സ്റ്റോക്ക് കാണിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് അക്കൗണ്ട്സ് ഓൺലി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് F11 കീ പ്രസ് ചെയ്യുക. അതിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്ന ഈ ഫസ്റ്റ് ഓപ്ഷൻ എന്ത് ചെയ്യുക? എസ് ആക്കുക, സേവ് ചെയ്യുക. അപ്പോൾ അത് എസ് ആക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി എന്ന ഈ ഒരു ഓപ്ഷൻ നോ ആയിരിക്കും. സേവ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് യാതൊരുവിധ ഡിഫറൻസും കാണിക്കില്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഇവിടെ അതിൻ്റെ വാല്യൂ കാണാവുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത്, ടാലിയുടെ പഴയ വെർഷൻ ആണെങ്കിൽ കമ്പനി ക്രിയേഷൻ വിൻഡോയിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൻ്റെ ടോട്ടൽ വാല്യൂ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ആണെങ്കിൽ ഐറ്റം വൈസ്, പ്രോഡക്റ്റ് വൈസ് നമ്മൾ ഏതൊക്കെ പ്രൊഡക്റ്റാണ് വാങ്ങുന്നത് വിൽക്കുന്നത് എന്ന് നൽകണമെങ്കിൽ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി സെലക്ട് ചെയ്യുക. ലേറ്റസ്റ്റ് വെർഷൻ ആണെങ്കിൽ നമുക്ക് കമ്പനി ക്രിയേഷൻ വിൻഡോ അതിനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുക? F11 കീ പ്രസ് ചെയ്യുക. അതിൽ F1 അക്കൗണ്ടിങ് ഫീച്ചേഴ്സിൽ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്ന ഈ ഒരു ഓപ്ഷൻ എസ് ആക്കുക. അപ്പോൾ നമുക്ക് അക്കൗണ്ട്സ് ഓൺലി ചെയ്യാം. ഇവിടെ അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നോ ആക്കുക. മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓൺലി എന്ന ഈ ഒരു ഓപ്ഷൻ നോ ആക്കുക. താഴെ ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി എന്ന ഓപ്ഷൻ എസ് ആക്കാം. അപ്പോൾ ഇവിടെ ഈ ഓപ്ഷൻ നോ ആക്കുകയാണെങ്കിൽ മാത്രമേ ഇൻ്റഗ്രേറ്റ് അക്കൗണ്ട്സ് ആൻഡ് ഇൻവെന്ററി എന്ന ഈ ഒരു ഓപ്ഷൻ എസ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അക്കൗണ്ട്സ് ഓൺലി കമ്പനി ചെയ്യുമ്പോൾ ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇൻവെന്ററി ട്രാൻസാക്ഷൻ അതുപോലെ അക്കൗണ്ട്സ് ഓൺലി ഒരു കമ്പനിയിൽ ചേഞ്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്